ഗുഡ് മോർണിംഗ്. കോഫി വിത്ത് ക്രൈസ്റ്റ്. കർത്താവിന്റെ കൂടെ ആയാലോ ഇന്നത്തെ ഒരു കാപ്പി, മോർണിംഗ് കോഫി. പഴയ നിയമത്തിൽ നമ്മൾ സമാഗമന കൂടാരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? ടബർനക്കിൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഉണ്ടല്ലോ, വായിച്ചിട്ടുണ്ട്. സമാഗമന കൂടാരം, സമാഗമനം. ആ വാക്ക്, മലയാളത്തിലെ ആ വാക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ അതിന്റെ ഡെപ്തിലേക്ക് നമുക്ക് ആത്മീയമായിട്ടൊന്ന് ഇറങ്ങാൻ പറ്റും. സമമായി ആഗമിക്കുന്ന ഒരു മീറ്റിംഗ് പ്ലേസ്. അതായത് വിശ്വാസിയായിട്ടുള്ള ഒരു ഭക്തൻ ദൈവമായ കർത്താവിനെ കാണാനായിട്ട് ഈ കൂടാരത്തിലേക്ക് വരുമ്പം തൻ്റെ അടുത്തേക്ക് വരുന്ന ആ മനുഷ്യനെ കാണാനായിട്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി കൂടാരത്തിലെ വാഗ്ദാന പേടകത്തിലെ മേഴ്സി സീറ്റിലേക്ക് വരുന്ന, അവിടെ വെച്ച് രണ്ടുപേരും തമ്മിൽ സന്ധിക്കുന്ന, സംസർഗം ഉണ്ടാകുന്ന ഒരു മീറ്റിംഗ് വൈബ്. നമ്മളെ കണ്ട് സംസാരിക്കുന്ന, നമ്മളോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, സമമായി ആഗമിക്കുന്ന ഒരിടം, ദൈവ മനുഷ്യ സംസർഗത്തിന്റെ ഒരു ദൃശ്യമായ ഇടം, സമാഗമന കൂടാരം. ഇസ്രായേൽ ജനം ഈ ടെന്റിനെ വളരെ വിശുദ്ധമായി കണ്ടു, അല്ലെ? ദൈവവും മനുഷ്യനും ഒന്നിക്കുന്ന ഇടം പിൽക്കാലത്ത് ദൈവ ആലയം എന്നവർ വിളിച്ചു. സോളമനാണ് സജ്ജീകൃതമായ ഒരു ദൈവ ആലയം പണിതത്, നമുക്ക് വചനത്തിൽ കാണാം. സമാഗമന കൂടാരത്തിന്റെ ഏകദേശം അതേ മാതൃകയിലാണ് ദൈവാലയം സോളമൻ പണിതത്. മനുഷ്യൻ അവിടെ ചെല്ലും, ദൈവത്തിന്റെ ചൈതന്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഷെക്കേന സ്വർഗത്തിൽ നിന്ന് അവിടേക്ക് ഇറങ്ങി വരും. സൃഷ്ടാവിനോടൊപ്പം ഭൗതികമായിട്ട് കണ്ണുകൊണ്ട് കണ്ട് ഒന്നിക്കുന്ന ഒരിടം. ഈ കൂടിവരവിനെ അല്ലേ, ഈ സംഗമത്തിനെ അല്ലേ ആരാധന എന്ന് പറയുന്നത്? കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 6-ാം അധ്യായം 19-ാം വാക്യത്തില് പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, പരിശുദ്ധ ആത്മാവ് ഈ ആലയത്തിൽ വസിക്കുന്നുവെന്ന്, അല്ലേ? റോമാലേഖനം, അതുകൊണ്ട് അവിടെ ഈ സമാഗമന കൂടാരത്തിൽ എപ്പോഴും ബലിയൊക്കെ നടക്കും, അല്ലേ? ബലിയും ആരാധനയും ഒക്കെ നടക്കും. അതുകൊണ്ട് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ശരീരം വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കണം. ഇതാണ് യഥാർത്ഥ ആരാധന. ആ വാക്കൊന്ന് ശ്രദ്ധിക്കണേ, യഥാർത്ഥ ആരാധന. അപ്പൊ യഥാർത്ഥമല്ലാത്ത ആരാധനയും നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്, ഫേക്ക് വർഷിപ്പ്. അതൊന്ന് സൂക്ഷിക്കണം കേട്ടോ. സമാഗമന കൂടാരത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം നമുക്ക് ഒരു നമ്മുടെ ശരീരത്തിനോട് തന്നെ അത് കമ്പയർ ചെയ്ത് നമുക്കൊന്ന് പഠിച്ചാലോ. സമാഗമന കൂടാരത്തിന് 3 ഭാഗങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്തിന്, അല്ലെങ്കിൽ പുറത്തു നിന്ന് അകത്തേക്ക് കയറുന്ന ആ ഭാഗത്തിന് ഔട്ടർ കോട്ട്, പ്രാകാരം അല്ലെങ്കിൽ മുറ്റം എന്ന് പറയുന്നു. എന്നോട് അത് കമ്പയർ ചെയ്യും, എൻ്റെ ശരീരം ദൈവാലയം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോഴത്തേക്കും എൻ്റെ ശരീരത്തിന്റെ ഔട്ടർ ബോഡി, ശരീരത്തിന്റെ ഈ വിസിബിൾ ആയിട്ടുള്ള ബോഡി, അതാണ് പ്രാകാരത്തോട് നമുക്ക് ഉപമിക്കാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള സ്ഥലം, തൊട്ടുള്ളിലേക്ക് കയറുന്ന സ്ഥലത്തെ വിശുദ്ധ സ്ഥലം എന്ന് പറയും. ഇവിടെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള മനസ്സ് അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്ന ഭാഗം ഇരിക്കുന്നത്. നമ്മുടെ മൈൻഡ്, നമ്മുടെ വില്ല്, നമ്മുടെ കോൺഷ്യസ് ഒക്കെ ഇരിക്കുന്നത് അവിടെയാണ്, അല്ലേ? അവിടെയാണ് ധൂപകലശമുണ്ട്, വിളക്കുകാലുണ്ട്, ടേബിൾ ഓഫ് ബ്രെഡ് ഉണ്ട്. ധൂപകലശം എന്ന് പറഞ്ഞാൽ അവിടെ പ്രാർത്ഥന ഉയരുന്ന സ്ഥലമാണ്. പ്രാർത്ഥന ഉയരുന്ന സ്ഥലം, ഡിവോഷൻ, ഇമോഷൻ ടു ഗാഡ്. വിളക്കുകാല്, റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്ന വെളിച്ചം. വിളക്കെന്ന് പറയുമ്പോൾ വെളിച്ചമാണ്. ആ വെളിച്ചം മനസ്സിനെ നവീകരിക്കുന്ന വെളിച്ചം. ടേബിൾ ഓഫ് ബ്രെഡ് ഉണ്ടല്ലേ, കാഴ്ചയപ്പത്തിന്റെ മേശ അവിടെയുണ്ട്. ഭക്ഷണം എന്താണെന്ന് തിരിച്ചറിവ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം. ധൂപകലശം, സങ്കീർത്തനം 141:2 പറയുന്നു, എൻ്റെ പ്രാർത്ഥന നിന്റെ സന്നദ്ധിയിൽ ധൂപാർച്ചനയായി സ്വീകരിക്കണം. നമ്മൾ കുർബാനയിൽ പാടാറുണ്ടല്ലേ, ഞങ്ങൾ ഉയർത്തിടും ഈ പ്രാർത്ഥന തിരുമുൻപിൽ പരിമളമുയരും ധൂപം പോൽ കൈക്കൊണ്ടരുളയണം. അപ്പം ഒന്നാമത്തെ സ്ഥലം എൻ്റെ ശരീരമാണ്. അത് സമാഗമന കൂടാരത്തിൽ ഔട്ടർ കോർട്ട്, കോർട്ട്യാർഡ്, പ്രാകാരം. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ എൻ്റെ സോളാണ്, എൻ്റെ മനസ്സാണ്, അല്ലെങ്കിൽ എൻ്റെ കോൺഷ്യസ് മൈൻഡാണ്. അത് അവിടെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. മൂന്നാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് ഹോളി പ്ലേസ്, അതിവിശുദ്ധ സ്ഥലം. അവിടെ എന്തൊക്കെയാ ഉള്ളത്? അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ദൈവം സംഗമിക്കുന്ന ആർക്ക് ഓഫ് ദ കവനന്റ്, അതായത് വാഗ്ദാന പേടകം. 1 കൊറിന്തോസ് 3:16 പറയുന്നു,
ദൈവത്തിന്റെ ആലയം അതുകൊണ്ട് പരിശുദ്ധമാണ്. ആദ്യം പറഞ്ഞു നീയാണ് ദൈവത്തിന്റെ ആലയം. ഇപ്പൊ പറയാണ് ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം സമാഗമന കൂടാരം അതൊരു നിഴലായിരുന്നു. ഇന്ന് അതിന്റെ പൊരുളായിട്ടുള്ളത് അത് നീ തന്നെ, നിങ്ങൾ തന്നെയാണ്. ഔട്ടർ കോട്ട് ബോഡിയിലാണ് സാക്രിഫൈസ് വരേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ ശരീരങ്ങളെ, റോമാലേഖനം 12:1 പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള സജീവ ബലിയായി. സജീവം എന്ന് പറഞ്ഞാൽ എന്താ? നിരന്തര ബലിയായി. സൺഡേ ഉള്ള ബലിയല്ല, സജീവ ബലിയായി സമർപ്പിക്കണം. ഹോളി പ്ലേസ് അത് ശരീരത്തെ സജീവ ബലി. ഹോളി പ്ലേസ് അല്ലെങ്കിൽ സോള്, വിശുദ്ധ സ്ഥലത്തെ എങ്ങനെയാണ്? മനസ്സിനെ രൂപാന്തരീകരണം വഴി നവീകരിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെ? റോമാലേഖനം 12:2. മോസ്റ്റ് ഹോളി പ്ലേസ് സ്പിരിറ്റ്, അത് ദൈവത്തിന്റെ സംസർഗം. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സംസർഗ സ്ഥലം നമുക്ക് ഒരുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ശരീരം ദൈവം ആവസിക്കുന്ന സമാഗമന കൂടാരമായിട്ട് മാറാനായിട്ട്, ദൈവ ആലയമായിട്ട് മാറാനായിട്ട് എൻ്റെയും നിങ്ങളുടെയും ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സമാഗമന കൂടാരത്തിൽ 3 ഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു. ഔട്ടർ കോട്ട് അത് നമ്മുടെ ബോഡിയോട് ഉപമിച്ചു. ഹോളി പ്ലേസ് അത് നമ്മുടെ സോളിനോട് നമ്മൾ ഉപമിച്ചു. മോസ്റ്റ് ഹോളി പ്ലേസ് നമ്മുടെ ആത്മാവിനോട് നമ്മൾ ഉപമിച്ചു. അങ്ങനെയാണെങ്കിൽ ഔട്ടർ കോട്ടായിട്ടുള്ള നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം എപ്പോഴും വിശുദ്ധീകരിക്കണം. അതൊരു ബലിയായിട്ട് സമർപ്പിച്ചുകൊണ്ടേയിരിക്കണം. പ്രിപ്പയർ യുവർ ഹോളി പ്ലേസ്. മനസ്സിനെ എപ്പോഴും നവീകരിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെ? ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. മനസ്സിന്റെ നവീകരണം വഴി സ്വർഗത്തിന് അനുരൂപരാകണം. അങ്ങനെയാണെങ്കിൽ മോസ്റ്റ് ഹോളി പ്ലേസിനെ, അതിവിശുദ്ധ സ്ഥലത്തെ, അവിടെ ആർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ? പ്രധാന പുരോഹിതന് മാത്രമേ കയറാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രധാന പുരോഹിതനായ ക്രിസ്തു നമ്മളോട് പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ അത് കോട്ട് ചെയ്തിട്ട് പറയാണ്, ആകയാൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ എനിക്ക് മനോധൈര്യമുണ്ട്. എന്തുകൊണ്ട്? കാരണം എന്താ? അവന്റെ രക്തം എൻ്റെ കൈകളിലുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിവിശുദ്ധ സ്ഥലമായിട്ടുള്ള മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് പ്രവേശിക്കാം. അവിടെയാണ് നമ്മുടെ യഥാർത്ഥ ആരാധന നടക്കേണ്ടത്. സോ നമ്മുടെ ശരീരം നമ്മുടെ സ്വന്തമല്ല, ഇത് അവന്റെ ആലയമാണ്. പ്രിപ്പയർ ഇറ്റ് ഡെയിലി ആസ് എ ടബർനക്കിൾ ത്രൂ പ്യൂരിറ്റി, ഡിവോഷൻ ആൻഡ് സറണ്ടറിങ്. കർത്താവിൻ്റെ കൂടെ നടക്കാം. ഓർക്കാം, നമ്മുടെ ശരീരം നമ്മുടെ സ്വന്തമല്ല, ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. ഇതിനെ അശുദ്ധമാക്കല്ലേ. ദൈവത്തിൻ്റെ ആലയത്തെ അശുദ്ധമാക്കുന്നവനെ ദൈവം നശിപ്പിക്കും. തൻ്റെ ആലയത്തെ അശുദ്ധമാക്കിയെടുത്ത് ചാട്ടവാർ എടുത്തവനാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് ഈ ആലയം, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ് അശുദ്ധമാകാതെ സൂക്ഷിക്കാനുള്ള ആഹ്വാനമാണ് ഇന്ന് വചനം നമുക്ക് തരുന്നത്. അവൻ്റെ കൂടെ നടക്കാം. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. യേശുവിൻ്റെ ടബർനക്കിൾ, കർത്താവിൻ്റെ സാക്ഷ്യപേടകം, സാക്ഷ്യകൂടാരം, കർത്താവിൻ്റെ ആലയം പരിശുദ്ധമായി സൂക്ഷിക്കാനായിട്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവും അവൻ്റെ കൃപയും നമ്മെ സഹായിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.